ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ മോൻ്റെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. കസിൻസിൻ്റെ മാരേജൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ പോയത് നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഡോക്ടർ ഷീൻസ് ഫാമിലി സലൂണിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടെ തന്നെയാണ് മോൻ്റെ ഇക്കടെ ഹെയർ കട്ടൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ഹാഫ് ആൻ അവറും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റൈൽ യൂണിയനും മാക്സും സ്റ്റുഡിയോ ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയി വരുമ്പോഴത്തേക്ക് ഏകദേശം ടൈം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ പോയി സിസ്റ്റർ മോൾക്ക് ഡ്രസ്സ് നോക്കണമായിരുന്നേ. അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരം ഡ്രസ്സൊക്കെ തപ്പി നടന്നപ്പോഴത്തേക്ക് നമ്മളെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അവരെ നമ്മളെ വിളിച്ചു വിട്ടു, അടുത്തത് ലയാനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതേ താഴെ പോയി അപ്പോഴത്തേക്കും അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ലയാൻ അവർ കാറിലോട്ട് ഇരുത്തി. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് മുടി വെട്ടാൻ തുടങ്ങിയത്. ചെറുപ്പം തൊട്ട് അവൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു മുടി വെട്ടുന്ന കാര്യം. മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കരച്ചിലാണ്. ഞാൻ പിന്നെ വീട്ടിലാകുമ്പോൾ വീട്ടിലോട്ട് ആളെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. 1-2 പ്രാവശ്യമാണ് നമ്മൾ കടയിൽ പോയി വെട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര കരച്ചിലായിട്ട് അവിടെ ഒക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഇക്കാടെ മുടി വെട്ടാൻ വേണ്ടി വന്നപ്പം ഈ കാറ് കണ്ടപ്പം അവന് ഇഷ്ടമായിട്ട്, അപ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞ മുടി ഒറ്റയ്ക്ക് ഇരുന്ന് വെട്ടാന്നുള്ളത്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ, ഇവിടെ ഉള്ള ടൈമിൽ ഇവിടെ നിന്ന് തന്നെയാണ് മുടി വെട്ടാറുള്ളത്. അങ്ങനെ അതേ ജസ്റ്റ് കനം കുറച്ചിട്ട് സൈഡിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പുറത്തിറങ്ങിയപ്പം ഭയങ്കര മഴയായിരുന്നേ. അപ്പം മുടിയൊക്കെ സെറ്റല്ലേ എന്നൊന്ന് നോക്കുകയാണ് കേട്ടോ ആൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ മോൻക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ പോയത് ഒബ്രോ മാളിലാണ്. ഇവിടുന്ന് കുപ്പാച്ചി കിഡ്സ് വെയറിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ മിക്കത് പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാറുള്ളത്. അതാകുമ്പോൾ സെറ്റായിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ എടുക്കാം, വേറെ എവിടെയും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ഇവിടെ എത്തുമ്പോൾ ആൾ ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓണായത്, ഉറക്കപ്പിച്ചിലായിരുന്നു. അങ്ങനെ അതേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ അവർ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അവന് വേണ്ടിയിട്ട് എടുത്തതും. അങ്ങനെ അതേ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ആളൊരു മൂഡില്ലാതെ ഉറക്കത്തിലായതുകൊണ്ടാണ്. അങ്ങനെ അതേ അവനുള്ള ഡ്രസ്സ് കിട്ടിയപ്പം അവൻ ഹാപ്പി ആയിട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഫ്ലാറ്റിൽ പോവും. അപ്പോൾ അതേ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.